എല്ലാവർക്കും നമസ്കാരം. ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെയും ആ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെയും അതിദാരുണമായ മരണം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ വല്ലാതെ ഉലച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കത് എത്ര ശ്രമിച്ചിട്ട് നമ്മളുടെ ഒന്ന് മനസ്സിൽ നിന്നും അത് മായുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. അവരുടെ അവസാന യാത്രയല്ലേ, അവരവസാനമായി റെയിൽവേ പാളത്തിലേക്ക് മരണം തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ആ ഒരു യാത്ര നമ്മൾ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ഇവർ ഗേറ്റിൽ നിന്നും ഇറങ്ങി വരുന്നു. ആ പിഞ്ചു മോളെ, അതായത് രണ്ടാമത്തെ മോളെ, ഇളയ മോളെ ആ ഷൈനി എന്ന് പറയുന്ന സഹോദരി പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾക്ക് കാണാം. അതിന് പോകുവാൻ ഒട്ടും താല്പര്യമില്ല, അതിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത് കാണാം. ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരുടെയും നമ്മുടെയൊക്കെ ഹൃദയം നുറുങ്ങിപ്പോയി അല്ലേ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഈ ഷൈനി എന്ന് പറയുന്ന സഹോദരിയോട് വല്ലാത്തൊരു അമർഷം തോന്നി. ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ടാണ് ഇവർ ആ കുഞ്ഞിനെ കൊണ്ടുപോകണ്ടായിരുന്നു, ഇവർക്ക് തന്നെ പോയി മരിച്ചുകൂടായിരുന്നു എന്നൊക്കെ ഒരു നിമിഷം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ചിന്തിച്ച് എനിക്ക് അവരോട് വല്ലാത്ത അമർഷം തോന്നി. എന്നാൽ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കുറേ ന്യൂസുകൾ കിട്ടിത്തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർ ആ കുഞ്ഞുങ്ങളെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ അവർക്ക് എവിടെയും ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡിൻ്റെ വീട്ടിലോ സ്വന്തം വീട്ടിലോ ഒരു അത്താണി എവിടെയും അവർക്ക് അവശേഷിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർ പോയത് എന്നുള്ള യാഥാർത്ഥ്യം പതിയെ എനിക്ക് മനസ്സിലായി തുടങ്ങി. നിങ്ങൾക്കൊക്കെ അത് മനസ്സിലായി തുടങ്ങിയെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഇന്ന് അതിനകത്ത് മറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെയും മരണത്തിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ ഷൈനി എന്ന് പറയുന്ന സഹോദരി നടന്നു പോകുമ്പോൾ അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. നിങ്ങൾ ആ വീഡിയോ വേണമെങ്കിൽ ഒന്നും കൂടി എടുത്ത് ആ ഒരു ക്ലിപ്പിങ്സ് നിങ്ങൾ കണ്ടു നോക്കിക്കും. ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ കയ്യിലോ ആ കുഞ്ഞുങ്ങളുടെ കയ്യിലോ മൊബൈൽ ഫോൺ ഇല്ല. എന്ന് വെച്ചാൽ ഇവരുടെ അടുത്ത് വേറെ സംഭവങ്ങളൊന്നും അവർ കയ്യിൽ കരുതിയിട്ടില്ല. ഇവർ ഇട്ട ഡ്രസ്സും ചെരുപ്പും മാത്രമേ ഇവരുടെ കയ്യിലുള്ളൂ. ഇനി അവരുടെ ദേഹത്തുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ. അല്ലാതെ ഇവർ ആ മൊബൈൽ ഫോൺ അവരുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് വ്യക്തമാണ് അതിനകത്തുനിന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം മൊബൈൽ ഫോൺ അവരെവിടെ വെച്ചിട്ടുണ്ട്, വീട്ടിൽ വെച്ചിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഇവർ ഇറങ്ങിയത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, ഇവർ മരണത്തിലേക്ക് പോകുന്നതിൻ്റെ അന്ന് വെളുപ്പിന് 4 മണി വരെ ഈ ഷൈനി എന്ന് പറയുന്ന സഹോദരി ആ മൊബൈൽ ഫോണിനകത്ത് ഉണ്ടായിരുന്നു, ആക്റ്റീവായിരുന്നു. എന്ന് വെച്ചാൽ അവരുടെ വാട്സപ്പ് ആക്റ്റീവായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നു ആ ഒരു രാത്രി മുഴുവൻ ഈ സഹോദരി ഉറങ്ങിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നത്. കാരണം അവർ വല്ലാത്ത സംഘർഷാവസ്ഥയിലായിരുന്നു ആ രാത്രി മുഴുവൻ. അങ്ങനെയെങ്കിൽ ആ സംഘർഷാവസ്ഥ നടന്നതിൻ്റെ പിന്നിലൊരു സംഭവം അവിടെ ഉണ്ടായിരുന്നിരിക്കണം. അതിലേക്ക് നമ്മൾ വരാം. അതിനു മുൻപ് ഈ മൊബൈൽ ഫോണിൻ്റെ കാര്യം നമ്മൾക്കൊന്ന് സംസാരിക്കാം. അപ്പോൾ ഇവർ ഈ 4 മണി വരെ അതായത് മരണത്തിലോട്ട് ഇവർ പോകുന്നതിൻ്റെ തൊട്ട് മുൻപേ വരെ ഇവർ ആരെയോ കോണ്ടാക്ട് ചെയ്യാൻ ഇവർ ശ്രമിച്ചിരുന്നു എന്നുള്ളത് അതിനകത്തെ യാഥാർത്ഥ്യമാണ്. എന്ന് വെച്ചാൽ ആർക്കോ ഹിൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർ മരണത്തിലേക്ക് പോകുകയാണ് എന്ന്. ആർക്കോ ഇവരൊരു മെസ്സേജ് കൈമാറിയിട്ടുണ്ട്. എന്തായാലും അങ്ങേ സൈഡിൽ ആ മെസ്സേജ് സ്വീകരിച്ച വ്യക്തി ഇവർ മരിക്കുന്നെങ്കിൽ പോയി മരിക്കട്ടെ എന്നുള്ള നിസ്സംഗ മനോഭാവത്തോടെ ഇരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതല്ലായിരുന്നുവെങ്കിൽ നമ്മൾക്കറിയാം, ഒരു 4 മണിക്ക് ഇവർ ആർക്കെങ്കിലും ഒരു ഹിൻഡ് കൊടുത്തിരുന്നുവെങ്കിൽ 1.5 മണിക്കൂർ മുൻപിലുണ്ട് അല്ലേ. നമ്മൾക്കറിയാം നിലമ്പൂർ എക്സ്പ്രസ് വരുന്നത് 5:30-ക്കാണ്. 5:30 വരെ ടൈമുണ്ട്. ഇവർ ആരോടെങ്കിലും, ആ വീട്ടുകാരോടോ അല്ലെങ്കിൽ ആ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ളവരോടോ ഇവരുടെ ബന്ധുക്കളോടോ ആരോടെങ്കിലും ഇവരൊരു ഇൻഫർമേഷൻ കൊടുത്തിരുന്നുവെങ്കിൽ, അതായത് ഈ ഷൈനി ലാസ്റ്റ് കോണ്ടാക്ട് ചെയ്ത ആ വ്യക്തി ഒരു ഇൻഫർമേഷൻ കൊടുത്തിരുന്നുവെങ്കിൽ ഇവരെ ഈ ദാരുണ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ഈ ഇൻഫർമേഷൻ കിട്ടിയ വ്യക്തി ആരാണോ അവർ അതിന് തുനിഞ്ഞില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവിടെ കിടക്കുകയാണ്. ഇനി നമ്മൾക്കറിയാം, ഷൈനിയുടെ ഹസ്ബൻഡുമായിട്ടും ഇവർ തലേദിവസം സംഭാഷണം നടത്തി എന്നുള്ളത് അദ്ദേഹം തന്നെ പോലീസ് സ്റ്റേഷനിൽ സമ്മതിച്ചിരിക്കുന്ന കാര്യമാണ്. വാട്സപ്പിലൂടെ മെസ്സേജ് കൈമാറി എന്നുള്ളത് നമ്മൾക്ക് കാണാം. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ, ഇവർ 9 മാസമായി അല്ലേ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഈ തലേദിവസം രാത്രിയിൽ ഇവർ ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ഇവർ ഒരു പക്ഷേ ഞങ്ങളെ ഇവിടെ നിന്നും ഒന്ന് രക്ഷിക്കുക എന്നുള്ള ഒരു സന്ദേശം അദ്ദേഹത്തിന് കൈമാറുകയും പുള്ളി അതിനെതിരെ ഇവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം എന്നുള്ള ഒരു സംശയം അവിടെ ഉണ്ട്. അതവിടെ നമ്മൾക്ക് വയ്ക്കാം. ഇനി തലേദിവസം രാത്രിയിൽ ഈ ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ വീട്ടിൽ, അതായത് സ്വന്തം അപ്പൻ്റെയും അമ്മയുടെയും ഉള്ള ആ വീട്ടിൽ എന്തോ കാര്യമായ സംഭവം അവിടെ നടന്നു. അവിടെ ഒരു വാഗ്വാദങ്ങൾ നടന്നിരുന്നു എന്നുള്ളതിൻ്റെ കുറച്ച് തെളിവുകളൊക്കെ പുറത്തോട്ട് വന്നിരിക്കുകയാണ്. അതായത് ഒരു
ഫാദറിൻ്റെ ഒരു ഫോൺ കോൾ തന്നെ, അതായത് ഒരു പള്ളിയിലച്ഛൻ്റെ ഫോൺ കോൾ, ഒരു ഫോൺ സംഭാഷണം തന്നെ മറുനാടനിൽ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയും അദ്ദേഹം പറയുന്നുണ്ട് തലേ ദിവസം ആ പേരൻസുമായിട്ട് അവിടെ ഒരു വാഗ്വാദം നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ബഹിർസ്ഫുരണമാണ് നമ്മൾക്ക് പിറ്റേ ദിവസം കാണുവാനായിട്ട് കഴിഞ്ഞത്. അവർ അതിരാവിലെ ആ കുഞ്ഞുങ്ങളെ ഒരുക്കി അവർ പോയി മരണത്തിന് കീഴടങ്ങിയത് എന്നുള്ളത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി ഷൈനയുടെ വീട്ടിൽ, അതായത് സ്വന്തം വീട്ടിൽ ആ സഹോദരി ഒത്തിരി കഷ്ടം അവിടെ അനുഭവിച്ചു എന്നുള്ളതിനും ഒത്തിരി മെസ്സേജുകളും കാര്യങ്ങളുമൊക്കെ നമ്മൾക്ക് കിട്ടുവാനും കാണുവാനുമായിട്ടൊക്കെ ഇടയായിത്തീർന്നു. അതിനകത്ത് ഞാൻ പറയാം, മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ചാനലിൻ്റെ അടിയിൽ ഒരു റിപ്ലൈ കമൻ്റായിട്ട് ഒരു വ്യക്തി ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കമൻറ്റുകൾ വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഈ ഫാദർ, അതായത് ഷൈനയുടെ സ്വന്തം പിതാവ് ആ കുഞ്ഞു മക്കളോട് വല്ലാത്ത ക്രൂരതയോടെ പെരുമാറിയിരുന്നു എന്നുള്ള ഒരു കമൻറ്റ് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷമാണ് ഈ ഫാദർ, അതായത് ഈ പള്ളിയിലച്ഛൻ്റെ ഒരു സംഭാഷണത്തിലും അതേ സംഭവം ഉണ്ടായിരുന്നു. ആ കൊച്ചു മക്കളോട് പോലും ഈ ഷൈനയുടെ സ്വന്തം പിതാവ് വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയിരുന്നത് എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് നമ്മൾക്ക് വ്യക്തമായിരിക്കുന്ന കാര്യമാണ്. ഒന്ന് ആ പള്ളിയിലച്ഛനാണ് പറഞ്ഞിരിക്കുന്നത്. ആ അച്ഛൻ പറഞ്ഞത് അവർ പോകുന്ന ഇടവകയിൽ, അതായത് ഷൈനി എന്ന് പറയുന്ന കുടുംബത്തിൻ്റെ ഇടവകയിലുള്ള വികാരി അച്ഛനും ഈ സംഭവം അറിയാം. തലേദിവസം അവിടെ കുറച്ച് കശപിശ ഉണ്ടായി എന്നുള്ളതിൻ്റെ സംഭവം അദ്ദേഹത്തിനും അറിയാമെന്നാണ് ഈ പള്ളിയിലച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ ഈ ഷൈനിയുടെ സ്വന്തം ഫാദർ ആ കൊച്ചുമക്കളോട് വല്ലാതെ ക്രൂരമായിട്ടാണ് പെരുമാറിയിരുന്നത് എന്നുള്ളതും ഈ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ചാനലിനകത്ത് ഒരു കമൻറ്റിനകത്തും ഒരു വ്യക്തി ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കമൻറ്റ് ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഈ അപ്പച്ചനും തീരെ മോശമൊന്നുമല്ല, കാരണം ആ കുഞ്ഞുങ്ങൾ അവിടെ TV കാണാൻ വരുമ്പോൾ ഈ അപ്പച്ചൻ എന്ത് ചെയ്യും, TV പെട്ടെന്ന് അങ്ങ് ഓഫ് ചെയ്യും, എന്നിട്ട് റിമോട്ട് എടുത്ത് മാറ്റി വെക്കുന്നു. അത്രയും ക്രൂരമായ അവഗണന ഈ ഷൈനയുടെ സ്വന്തം പിതാവ് സ്വന്തം മക്കളോട്, അതായത് കൊച്ചുമക്കളോട് കാണിച്ചിരുന്നു എന്നുള്ളതാണ് ഈ കമൻറ്റിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. ഇനി അതുകൂടാതെ ഇദ്ദേഹം തന്നെയാണ് ഈ പാലിയേറ്റീവ് കെയറിൽ, വീടിനടുത്തുള്ള പാലിയേറ്റീവ് കെയറിൽ ജോലിക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ ജോലി മേഖലയിൽ അവിടെ ചെന്നിട്ടും ഇദ്ദേഹവും അവിടെ വിഷയമുണ്ടാക്കിയിരുന്നു. അച്ഛനെ പ്രതിക്കൂട്ടിലാണ്, അതായത് ഈ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ അച്ഛനും പ്രതിക്കൂട്ടിലാണ്. ഒപ്പം തന്നെ ഈ ഫാദറും അവിടെ പോയിട്ട്, അതായത് ഷൈനിയുടെ സ്വന്തം പിതാവും അവിടെ പോയി ഏതാണ്ട് കച്ചറയൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ പേരിലാണ് ആ ജോലി നഷ്ടമാകുവാനായിട്ട് ഇടയായിത്തീർന്നത് എന്നുള്ള ന്യൂസും കൂടെ നമ്മുടെ ഈ അച്ഛൻ്റെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യം, ഷൈനിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് 50% ഇതിനകത്ത് പങ്കുണ്ടെങ്കിൽ ഷൈനിയുടെ സ്വന്തം വീട്ടുകാർക്കും ഇതിനകത്ത് 50% പങ്കുണ്ട് എന്നുള്ളത് നമ്മൾക്ക് ഇതിൽ നിന്നൊക്കെ വ്യക്തമായിരിക്കുന്ന കാര്യമാണ്. ഇനി എനിക്ക് ആ അപ്പച്ചനോട് പറയാനുള്ളത്, അതായത് ഷൈനിയുടെ സ്വന്തം പിതാവിനോട് എനിക്ക് പറയുവാനുള്ളത്, അപ്പച്ച, ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്നത് എന്താണെന്നറിയാവോ, സ്വന്തം അപ്പനും അമ്മയ്ക്കും സ്വന്തം മക്കളോടുള്ളതിനെ കഴിഞ്ഞ സ്നേഹമാണ് കൊച്ചുമക്കളോടെന്ന് ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ, ഒത്തിരി കണ്ടിട്ടുമുണ്ട്. പക്ഷെ നിങ്ങൾ ഏത് വകുപ്പിൽ പെട്ടു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഓട്ടപ്പ ഷൈനിയോട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് മാറി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു വിഷയമുണ്ടാകും, നിങ്ങളുടെ കുടുംബത്തിൻ്റെ നാണക്കേടോ അല്ലെങ്കിൽ സഭയുടെ മുൻപിലുള്ള നാണക്കേടോ ഒക്കെ ഉണ്ടാകും. പക്ഷേ ആ കുഞ്ഞുങ്ങളോട് ഇത്ര ക്രൂരത കാണിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സാണ് അപ്പച്ചാ നിങ്ങളുടേത്, എന്ത് ക്രൂരമായ മനസ്സാണ് നിങ്ങളുടേത്. ഇത് സത്യമാണ് എങ്കിൽ എന്തായാലും ആ പള്ളിയിലച്ഛനും ഈ ഒരു വ്യക്തിയും ഇങ്ങനെ രണ്ടുപേരും ഒരു കാര്യം തന്നെ പറയണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടായിരിക്കണമല്ലോ. എന്തൊരു ക്രൂരനാണ് നിങ്ങൾ, വെറും 10-11 വയസ്സുള്ള കുഞ്ഞുങ്ങളോടാണ് നിങ്ങൾ ഈ ക്രൂരത കാണിച്ചിരിക്കുന്നത്. ദൈവം നിങ്ങളെയും വെറുതെ വിട്ടില്ല കേട്ടോ. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ദൈവം എന്നോട് സംസാരിച്ചതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷൈനയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്ക് മാത്രമല്ല, ഷൈനയുടെ മരണത്തിന് ആർക്കൊക്കെ പങ്കുണ്ടോ അവരെല്ലാം ദൈവം ന്യായം വിധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ ഉൾപ്പെടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇത് സത്യമാണെങ്കിൽ നിങ്ങളും ഉൾപ്പെട്ടിരിക്കും, നിങ്ങൾക്കും ഇതിനകത്തുനിന്ന് മാറി നിൽക്കുവാൻ കഴിയത്തില്ല എന്നുള്ളതും കൂടെ ഞാൻ പറയുകയാണ്. ഞങ്ങളൊന്നും അവരുടെ ആരുമല്ല, ആ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ആരുമല്ല. പക്ഷേ നമ്മളൊന്നും കണ്ടിട്ട് പോലുമില്ല, അവരോട് ഇടപഴകിയിട്ട് പോലുമില്ല. നമ്മൾ മരണത്തിന് ശേഷമാണ് ഈ വിഷയങ്ങളൊക്കെ അറിയുന്നതും. ആ കുഞ്ഞുങ്ങളെ നമ്മൾ ഫോട്ടോയിലൂടെയാണ് കാണുന്നത്. എന്നിട്ടും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടല്ലോ, യൂട്യൂബ് ചാനലിലൊക്കെ നമ്മൾക്കറിയാം, ഓരോ വ്യക്തികൾക്കും അവരുടെ ഹൃദയം പൊട്ടുവാണ്. എത്ര കമൻറ്റുകളാണ് വരുന്നത്. അവരുടെയൊക്കെ ഹൃദയം പൊട്ടുന്ന വേദന പങ്കുവെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ നാട്ടുകാരുടെ വേദന എത്രയാണ്. ഒരു ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് കേട്ടു, എനിക്ക് പിള്ളേരില്ല, അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ആ പുള്ളി ഭയങ്കര വിഷമത്തിലാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ സ്വന്തം കുഞ്ഞു മക്കളുടെ കാര്യത്തിൽ, സ്വന്തം ചെറുമക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്കില്ലാത്ത കരുണ നാട്ടുകാർക്കുണ്ടായല്ലോ.
എനിവേ അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഈ സഹോദരിക്ക് അവിടെ വീട്ടിൽ ഒത്തിരി വിഷയങ്ങളുണ്ടായിരുന്നു. അതായത് ഈ ഷൈനി എന്ന് പറയുന്ന സഹോദരിക്ക് അവരുടെ വീട്ടിൽ ഒത്തിരി വിഷയങ്ങളുണ്ടായിരുന്നു. ആ സഹോദരി ഒത്തിരി പ്രാവശ്യം ആ വീട്ടിലിങ്ങനെ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ നിരന്തരമായിട്ടൊരു ടോർച്ചറിങ് ഈ സഹോദരി അവിടെ അനുഭവിച്ചിരുന്നു എന്നുള്ളത് അതിനകത്ത് വ്യക്തമാണ്. ഇതിനകത്തൊക്കെ സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇനി ഇതിനകത്തെ സത്യങ്ങളെല്ലാം വെളിയിലോട്ട് വരണമെങ്കിൽ ആ മൊബൈൽ ഫോൺ തീർച്ചയായിട്ടും കണ്ടെത്തണം. ആ മൊബൈൽ ഫോണിലെ നശിപ്പിച്ചിരിക്കുന്ന ഡാറ്റകളൊക്കെ റീസ്റ്റോർ ചെയ്തെടുക്കണം. എങ്കിൽ മാത്രം ഇതിൻ്റെ യഥാർത്ഥ സത്യങ്ങൾ പുറത്തോട്ട് വരികയുള്ളൂ. അത് മാത്രമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക തെളിവെന്ന് പറയുന്നത് ആ മൊബൈൽ ഫോണാണ്. അതിനകത്ത് സകല കാര്യങ്ങളും ഉണ്ടാകും. 4 മണി വരെ ഷൈനി അതിനകത്ത് ഓൺലൈനിൽ ഉണ്ടായിരുന്നുവെങ്കിൽ തലേ ദിവസം അവിടെ നടന്ന സംഭവങ്ങൾ പോലും ആരോടൊക്കെയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ മൊബൈൽ ഫോൺ കണ്ടെത്തുക തന്നെ വേണം. അത് എവിടെയാണെന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ വേണം. ഇനി നമ്മൾക്ക് മറുനാടൻ എക്സ്ക്ലൂസീവിൻ്റെ ആ ഇൻ്റർവ്യൂവിലേക്ക് വരാം. ആ ഇൻ്റർവ്യൂവിൽ ഈ ഷൈനിയുടെ സ്വന്തം അവർ പോയിട്ട് ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അപ്പച്ചൻ അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ്. പകുതി ക്വസ്റ്റ്യനും ഇദ്ദേഹം ആൻസർ കൊടുക്കുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിനോട് മൊബൈൽ ഫോണിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ പോലും അദ്ദേഹം അങ്ങ് ഒഴിഞ്ഞു മാറി കളിക്കുകയാണ്. അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല അതിൻ്റെ ഉത്തരം പറയാൻ. പുള്ളി പറയുന്നത് അത് അവരുടെ കയ്യിൽ കാണുമായിരിക്കും എന്ന് വെച്ചാൽ പുള്ളിക്ക് ഉറപ്പില്ല. ഞാൻ ചോദിക്കട്ടെ, സ്വന്തം വീട്ടിൽ നിന്ന് മൊബൈൽ ഫോൺ പോലീസുകാർ വന്നിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ വന്നിട്ട് ചുമ്മാ വന്നിട്ട് എടുത്തുകൊണ്ട് പോകുമോ? ഇല്ല, ഇവരോട് ചോദിക്കും. കാരണം ഇവരെ പ്രതിക്കൂട്ടിലല്ല നിർത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവരോട് ചോദിക്കും ആ ഫോൺ എവിടെ എന്ന് ചോദിച്ച് ഇവരായിരിക്കും ആ ഫോൺ എടുത്തു കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇദ്ദേഹത്തിന് വ്യക്തമായ ഉത്തരം ഇദ്ദേഹം പറയേണ്ടതാണ്, ഈ ഫോൺ ആരുടെ കയ്യിലാണെന്ന്. പക്ഷേ ഇദ്ദേഹം അതിന് അവിടെയും ഉരുണ്ട് കളിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഈ ഫോൺ എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ആ ഫോൺ എത്തിയിട്ടുണ്ടോ അതോ വീട്ടിൽ ഈ ഫോൺ നശിപ്പിക്കപ്പെട്ടോ എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് ആ ഒരു വിഷയത്തിൽ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഇനി രണ്ടാമത് ഇവർ പറയുന്നുണ്ട്, ആ അച്ഛനെക്കുറിച്ച് ഇവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതായത് ഭർത്താവിൻ്റെ ചേട്ടനായ അച്ഛനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇവർ ഒഴിഞ്ഞു മാറുകയാണോ, ഇതിൻ്റെ പേരിൽ ഇനി ഞങ്ങൾക്ക് എന്തൊക്കെ വിഷയം വരുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് ഇവർ ഒഴിഞ്ഞു മാറുകയാണ്. ഇവർ സത്യസന്ധരായിരുന്നുവെങ്കിൽ ആ ഷൈനിയോടും ആ കുഞ്ഞുങ്ങളോടും ഒരു ഇത്തിരി ആത്മാർത്ഥത ഇവർക്ക് അവശേഷിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇവരിനി എന്ത് നോക്കാനാണ്? മുകളിലോട്ട് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമിയും എന്നുള്ളൊരു മൈൻഡിൽ ഇവർ ഈ വിഷയത്തിനകത്ത് ഇടപെടേണ്ടതാണ്. എന്ന് വെച്ചാൽ മുന്നും പിന്നും നോക്കാതെ എന്ത് വിഷയം വന്നാലും തൻ്റെ മകൾക്കും കൊച്ചുമക്കൾക്കും നീതി കിട്ടണമെന്ന് പറഞ്ഞ് ഇവർ മുന്നിട്ട് ഇറങ്ങേണ്ടതാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഇദ്ദേഹം ആരെയൊക്കെ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയോ ഇദ്ദേഹം മറയ്ക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് അതിനകത്ത് നിന്നും വ്യക്തമാണ്. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ അമ്മച്ചിയുടെ മുഖത്ത് പോലും നമ്മൾക്കൊരു സങ്കടവും കാണുന്നില്ല. ഇനിയിപ്പോൾ അമ്മച്ചിക്ക് ബൈപ്പാസ് സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു. എന്തെങ്കിലും ആവട്ടെ. എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഒരു വിതുമ്പാതെ എങ്ങനെ അവർക്ക് ചിരിച്ച മുഖത്തോടെ സംസാരിക്കുവാൻ കഴിയുന്ന. പോട്ടപ്പ നമ്മൾ ഏത് രീതിയിലെടുത്ത് ഏത് അളവ് നൂലെടുത്ത് നോക്കിയാലും ചിലപ്പോൾ പുറത്ത് അവരെ സങ്കടം പ്രകടിപ്പിക്കാത്തതാണ് എന്നുള്ളതൊക്കെ ഒരു നിഗമനത്തിലേക്ക് നമ്മൾക്ക് എത്താം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ, അതായത് ഈ പള്ളിയിലച്ഛനും ഈ ഒരു കമൻറ്റിലെ വ്യക്തിയും ഉന്നയിച്ചിരിക്കുന്ന ഉത്തരത്തിന് നിങ്ങൾ മറുപടി തന്നേ മതിയാകത്തുള്ളൂ. ആ കൊച്ചുമക്കളോടുള്ള നിങ്ങളുടെ സമീപനം എങ്ങനെയായിരുന്നു എന്നുള്ളതിന് നിങ്ങൾ മറുപടി തന്നേ മതിയാകത്തുള്ളൂ. ഇനി രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഈ ഷൈനി എന്ന് പറയുന്ന സഹോദരിയെ ഇവർ ആ വീട്ടിൽ ചെന്ന് കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ സഹോദരിയെ രാവിലെ തൊട്ട് അടിച്ചടിച്ച് അതിനെ ഒരു പരുവത്തിലാക്കിയിട്ട് അവസാനം വെളുപ്പിന് 2 മണി വരെ ഈ പെണ്ണ് ഇവിടെ നിൽക്കുകയാണ്. കുഞ്ഞുങ്ങളെ കൊണ്ട് ഭർത്തൃ വീടിൻ്റെ വെളിയിൽ നിൽക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പോലും ഈ ഷൈനി എന്ന് പറയുന്ന സഹോദരി ഈ വീട്ടുകാരെ ഒന്ന് വിളിക്കുവാൻ തയ്യാറായില്ല എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് കേട്ടോ. എന്തുകൊണ്ട് ഇവർ സ്വന്തം വീട്ടുകാരെ പോലും ഒന്ന് വിളിക്കുവാൻ തയ്യാറായില്ല, ഒരു ഹെൽപ്പിന് വേണ്ടി അപേക്ഷിക്കുവാൻ തയ്യാറായില്ല. പകരം ഇവരുടെ ബന്ധുവായിട്ടുള്ള ഒരു വ്യക്തി, അതായത് ഈ ഷൈനിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ ബന്ധുവായിട്ടുള്ള ഒരു വ്യക്തി ഈ ക്രൂരത കണ്ടു നിന്നിട്ട് സഹിക്കുവാൻ വയ്യാതെ ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ ഫാദറിനെ വിളിച്ച് വിവരം പറയുകയും അവർ ജീപ്പുമായിട്ട് വന്ന് അവർ വണ്ടിയുമായിട്ട് വന്ന് ഇവരെ കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു എന്നാണ് ഇൻ്റർവ്യൂവിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാകാം ഈ ഷൈനി എന്ന് പറയുന്ന സഹോദരി എത്രമാത്രം സ്വന്തം വീട്ടുകാരെ ആശ്രയിച്ചിരുന്നു എന്നുള്ളത് നമ്മൾക്ക് ഇവിടെ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. എന്ന് വെച്ചാൽ 14 വർഷം 15 വർഷം ഭർത്താവിൻ്റെ വീട്ടിൽ ക്രൂര പീഡനം സഹിച്ച് ആ സഹോദരി അവിടെ തന്നെ പിടിച്ചു നിൽക്കുവാൻ കാരണം എന്താണ്? സ്വന്തം വീട്ടിൽ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണ്. സ്വന്തം വീട്ടിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇവർ അവിടുന്ന് ഓടി സ്വന്തം വീട്ടിൽ ചെന്ന് അഭയം പ്രാപിക്കുമായിരുന്നു. അവർക്കത് ഇല്ലാത്തത് കൊണ്ടാണ് അവരെന്ത് ചെയ്തത്? ആ വീട്ടിൽ തന്നെ പീഡ സഹിച്ചവിടെ നിൽക്കുവാനായിട്ട് ഇടയായിത്തീർന്നത് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാകും. എന്തായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരായാലും അവരെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരുവാൻ കഴിയട്ടെ എന്ന് നമ്മൾക്കൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇനി രണ്ടാമത്തെ കാര്യം എനിക്ക് പറയുവാനുള്ളത്,
ഈ ഭർത്താവിൻ്റെ വീട്ടിലെ അച്ഛനെക്കുറിച്ച് പല കഥകളും കേൾക്കുന്നുണ്ടല്ലേ. അച്ഛൻ സ്വന്തം അനിയൻ്റെ കൃഷിയിടത്തിൽ ഇറക്കുവാൻ ശ്രമിച്ചു എന്നുള്ളതൊക്കെ നമ്മൾക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. അതിനകത്തൊക്കെ എത്ര കാര്യമുണ്ട് എന്നൊന്നും അറിഞ്ഞുകൂടാ. അതൊക്കെ അവർക്ക് രണ്ടുപേർക്കും, അതായത് ഷൈനിക്കും ഈ അച്ഛനും മാത്രം അറിയാവുന്ന രഹസ്യമാണ്. അതുകൊണ്ട് നമ്മൾക്ക് അത് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ ചുമ്മാ കുറ്റം വിധിക്കുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു ശ്രുതിയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതല്ല എങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് ഈ പാതിരിക്ക് ഇത്രമാത്രം ഒരു 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 വെറുപ്പ്, ഇത്രമാത്രം ഒരു വൈരാഗ്യം ആ ഷൈനിയോട് തോന്നണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമായ കാര്യം അതിനകത്തുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിന് ഈ കാര്യമാണോ എന്നുള്ളതും നമ്മൾക്ക് അറിഞ്ഞുകൂടാ. എനിവേ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അദ്ദേഹത്തെയും പിടിച്ചു കൊണ്ടുവരണം. കാരണം അദ്ദേഹത്തെയും ഇതിനകത്ത് പ്രതി ചേർക്കേണ്ടതാണ്. ഷൈനിയുടെ വീട്ടുകാരെ, അതായത് ഷൈനിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ ആരെയും ഇതിനകത്തുനിന്ന് ഒഴിഞ്ഞു മാറുവാൻ പറ്റത്തില്ല. ഹസ്ബൻഡിൻ്റെ അച്ഛനും ഹസ്ബൻഡിൻ്റെ അമ്മയും ഹസ്ബൻഡും ഈ ഹസ്ബൻഡിൻ്റെ ചേട്ടനും ഒക്കെ, പിന്നെ ഒരു കന്യാസ്ത്രീയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ എല്ലാവരും ഇതിനകത്ത് പ്രതി ചേർക്കേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ അവരെല്ലാം ഒരു അന്വേഷണത്തിന് വിധേയമാക്കേണ്ടത് തന്നെയാണ്. ഒപ്പം ഷൈനിയുടെ വീട്ടുകാരെയും വ്യക്തമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം. അതിനകത്ത് അവരുടെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ വ്യക്തമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇനി എന്തായാലും എനിക്ക് പറയുവാനുള്ളത്, ഷൈനിയുടെ ഹസ്ബൻഡിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതൊന്നും ഷൈനിയുടെ വീട്ടുകാരുടെ കംപ്ലൈൻറ്റ് പ്രകാരം ഒന്നും കൊണ്ടുപോയതല്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇവർക്ക് എനിക്ക് തോന്നുന്നു ഇലക്ഷനൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ ഷൈനി എന്ന് പറയുന്ന സഹോദരി ഒരു കംപ്ലൈൻ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുൻപേ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗാർഹിക പീഡന പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ പുറത്തോട്ട് വരുന്നത് കൊണ്ടും സോഷ്യൽ മീഡിയ ഈ വിഷയത്തിൽ ഇത്ര യൂട്യൂബ് ചാനലുകാരും ഓൺലൈൻ മാധ്യമങ്ങളും മറുനാടൻ ഒക്കെ ഉൾപ്പെടെ I2I സുനിൽ, പിന്നെന്താ ഹാർഡ് ഫാർമർ, അങ്ങനെയുള്ള ഇവരൊക്കെ ഉൾപ്പെടെയുള്ളവർ സോഷ്യൽ മീഡിയ ഒക്കെ ഇതിനകത്ത് ശക്തമായ ഇടപെടലുകൾ നടത്തിയത് കൊണ്ടായിരിക്കണം എന്തായാലും പോലീസ് നോബിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇടയായിത്തീർന്നു. അതിൻ്റെ പിന്നിലും ഷൈനിയുടെ വീട്ടുകാർ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടൊന്നുമല്ല, അവർ വന്നിട്ട് സ്വമേധയാ കേസ് എടുത്തതാണ് എന്നുള്ളതും ഇതിനകത്തെ വ്യക്തമായ കാര്യമാണ്. അപ്പോൾ ഷൈനിയുടെ വീട്ടുകാരുടെ ഈ നിസ്സംഗത, എന്തുകൊണ്ടാണ് അവർക്ക് ഇതിനകത്ത് ഇത്രയും നിസ്സംഗത മനോഭാവത്തോടെ അവരിതിനകത്ത് നിൽക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഒരു അപ്പനും ഒരു അമ്മയ്ക്കും സ്വന്തം കൊച്ചുമക്കളോടെങ്കിലും സ്നേഹമില്ലാതെ ഇരിക്കുമോ എന്നുള്ളത് വളരെ അതിശയോക്തി തരുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എത്ര കറക്റ്റാണ്. പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് പറഞ്ഞത് ഒരു ദൈവമുണ്ടല്ലേ, നമ്മൾ ആരാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. പക്ഷേ ദൈവത്തിന് അറിയാമായിരുന്നു പെറ്റമ്മമാരും ഒക്കെ ഉപേക്ഷിക്കും അല്ലേ. അതൊക്കെയാണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെറ്റമ്മയും ഉപേക്ഷിക്കും, പെറ്റപ്പനും ഒക്കെ കൈവിട്ടു പോകും. അപ്പോഴും ചേർത്ത് പിടിക്കുന്നത് ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾക്കിവിടെ മനസ്സിലാകുന്നത്. ഇനി പലരും പല ക്വസ്റ്റ്യൻസ് ചോദിക്കും, ദൈവം എവിടെയായിരുന്നു, ദൈവം എവിടെയായിരുന്നു? അതിനൊക്കെ ഓരോ ഉത്തരങ്ങളുണ്ട് കേട്ടോ. കാരണം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ലോകത്തിൽ അവരെ ഏൽപ്പിക്കാൻ ഒരു കരങ്ങളും ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ദൈവം അവരുടെ മരണത്തിലും മൗനമായി ഇരുന്നത്, അല്ലെങ്കിൽ ആ മരണത്തിന് മൗനസമ്മതം കൊടുത്തത് എന്നുള്ളത് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. അത് ദൈവത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണല്ലോ. ഈ ലോകത്തിൽ എന്തായാലും ആ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുവാൻ ഷൈനിക്ക് ഒരു ഇടവും ഇല്ലായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ വരാതിരുന്നിട്ട് പോലും അവരെ വലിച്ചുകൊണ്ട് പോകുവാനായിട്ട് ഇടയായിത്തീർന്നത് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്തായാലും ഷൈനിയുടെ വീട്ടുകാരെയും ഇതിനകത്തുനിന്ന് ഒഴിച്ചു നിർത്തുവാൻ പറ്റത്തില്ല. സഹതാപ തരംഗത്തിൻ്റെ മറവിൽ അവരെ മറച്ചു പിടിക്കേണ്ട കാര്യമില്ല. അതിനകത്തും ശക്തമായൊരു അന്വേഷണം നടത്തണം. ഷൈനിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ എന്തായാലും ഇതിനകത്ത് പ്രതികളാണ്. അത് ആ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവൻ ഒന്നടങ്കം പറഞ്ഞതാണ്. അതുകൊണ്ട് അവരെ നമ്മൾക്ക് ഇതിനകത്തുനിന്ന് എന്തായാലും ആരും മാറ്റി നിർത്തുന്നില്ല. ആ ഒരുത്തനെ ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്തു. ഇനിയും അവരുടെ വീട്ടുകാരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അതിനകത്ത് തെളിവെടുപ്പുകൾ നടത്തേണ്ടതാണ്. ഇനി പക്ഷേ ഷൈനിയുടെ വീട്ടുകാരെ ഒരു എന്താ പറയുക, സഹതാപത്തിൻ്റെ മറവിൽ മാറ്റി നിർത്തേണ്ടതല്ല. അവരെയും ശക്തമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കേണ്ടിയിരിക്കുന്നു. ആ മൊബൈൽ ഫോൺ കണ്ടെത്തി, അതാണ് അതിനകത്തെ തെളിവ്. അത് കണ്ടെത്തി അതിനകത്തുനിന്ന് അന്വേഷണം നടത്തുകയും അതിനകത്തുനിന്ന് ഡിലീറ്റഡ് ആയിട്ടുള്ള ഡാറ്റകളൊക്കെ സ്റ്റോർ ചെയ്ത് ഇതിൻ്റെ യഥാർത്ഥ കാരണം പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യണം. അതിന് എല്ലാവരും പരിശ്രമിക്കണം. ആ നാട്ടുകാരും അവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ പരിശ്രമിക്കണം. കേസ് എന്തായി എന്നല്ല, മൊബൈൽ ഫോൺ എന്തായി, മൊബൈൽ ഫോണിൻ്റെ കാര്യം എന്തായി എന്ന് നിങ്ങൾ നന്നായിട്ട് അന്വേഷണം നടത്തണം. കാരണം അതാണ് ഇന്ന് ബാക്കിയുള്ള ഏക തെളിവ്. അതുകൊണ്ട് ആ മൊബൈൽ ഫോണിനകത്ത് സകല തെളിവുകളുമുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് ഓർക്കുക. പിന്നെ ഇനി പലരും പറയുന്നുണ്ട് ഇതൊന്ന് നിർത്താറായില്ലേ എന്ന്. ഇത് സോഷ്യൽ മീഡിയ ഒക്കെ നിർത്തി കഴിഞ്ഞാൽ ഈ കേസ് ഒന്നുമല്ലാതായി തീരും കേട്ടോ. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഒക്കെ ഇതിനകത്ത് ആക്റ്റീവായിരിക്കുന്നത്. സോഷ്യൽ മീഡിയയും ഓൺലൈൻ ചാനലുകളും ഒക്കെ ഇതിനകത്ത് ആക്റ്റീവ് ആയതുകൊണ്ടാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്, ഈ കേസ് ഇച്ചിരിയെങ്കിലും ഒന്ന് എന്താ പറയുക, ആറിത്തണുത്ത് പോകാതിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്കൊക്കെ ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം. വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, മരണപ്പെട്ടു പോയ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മൾക്ക് എല്ലാവർക്കും ഒന്ന് കൈ കോർക്കാം. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.